പൊൻകുന്നം ടൗണും ഗതാഗതക്കുരുക്കിൽ വലയുകയാണിപ്പോൾ. പല ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടാവും. റോഡിന്റെ വശങ്ങളിലെ അനധികൃത പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് അധികവും കാരണമായിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരികയാണ്. ഇതിനായി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലും അധികൃതരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പൊൻകുന്നം ടൗണിലെ അനധികൃത പാർക്കിംഗ് സ്ഥലപരിശോധനയ്ക്ക് ശേഷം നിർദ്ദേശം നൽകി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KVMS ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ കിഴക്ക് ഭാഗത്തേക്കുള്ള വണ്ടികൾ വുഡ് പാലസിന് മുൻപിലേക്കും പൊൻകുന്നം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ധനലക്ഷ്മി ബാങ്കിന് മുൻപിലേക്കും മണിമല വഴി പോകുന്ന വാഹനങ്ങൾ മുസ്ലിം പള്ളിക്ക് എതിർവശത്തേക്കും മാറ്റി നിർത്തുന്നതിനും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ ബസ് ബേയിൽ 5 മിനിറ്റിലധികം ബസ്സുകൾ നിർത്തിയിടാൻ അനുവദിക്കില്ല. കൂടാതെ പാലാവഴിക്കുള്ള ബസ്സുകൾ ട്രാഫിക് സിഗ്നലിന് 50 മീറ്റർ അകലെ നിർത്തണം. സീബ്ര ക്രോസിംഗ് സ്ഥലത്ത് സിഗ്നൽ സ്ഥാപിക്കാനും ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള സാധ്യത പഠിക്കാനും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹോം ഗാർഡിനെ മാറ്റി പോലീസിന്റെ സേവനം ഉറപ്പാക്കും. പൊൻകുന്നം ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓട മാറ്റി സ്ഥാപിക്കുന്നതിനും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വണ്ടി കയറാൻ കഴിയുന്ന രീതിയിൽ ചെരിച്ച് ഈ പ്രദേശം കോൺക്രീറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.